തരണേ രുതിയെ. ഓ താങ്ക് യു രുതിയെ. കുറഞ്ഞതൊരു 3 സാരിയെങ്കിലും ഞാൻ എടുത്തോളാം. എനിക്ക് എന്റെ യേശുവിനെ കണ്ടാ മതി. യേശുവിന്റെ അമ്മ വന്നതിന് വളരെ സന്തോഷമായി. യേശു ശിശുവിനെ കല്യാണത്തിന് എത്തില്ലേ? ഒക്കെ തിരക്കുണ്ടെങ്കിലും അവർ വരും മോളെ. എന്റെ രുതി ഇതുവരെ കഴിഞ്ഞില്ലേ? പെട്ടെന്നാട്ടെ, എല്ലാവരും ഇപ്പൊ എത്തും. ആരാ മോളെ കല്യാണ ശുശ്രൂഷയ്ക്ക് പാടുന്നത്? ഓ അത് നന്നായി. അവരാകുമ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ പാടിക്കൊള്ളും. അവരുടെ ഫുൾ ടീം എപ്പോഴും കല്യാണ ശുശ്രൂഷകളുണ്ട്. Hi, how are you all? Brian looks beautiful. We are very talented co-singers. മിരിയ മോളെ, അഹരോൻ മോശയൊക്കെ എന്ത് പറയുന്നു? അവരെ നല്ലതായിട്ട് ബ്രദേഴ്സ് ആൻഡ് നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്, മിനിസ്ട്രി ആയിട്ട് ചെയ്യുന്നുണ്ട്. ആ സെറ്റിംഗ്സ് ഒക്കെ പോയി ചെക്ക് ചെയ്ത് നോക്കാം. ലേറ്റ് ആയില്ലല്ലോ. ഷാമുൽ മോൻ ബിസി ആയിരുന്നു. അത് കാരണം എന്നെ ഡ്രോപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ടാക്സി പിടിച്ചാ വന്നത്. ഹന്നാമേ, ശമൂൽ മോനിന്റെ ശുശ്രൂഷകളൊക്കെ എങ്ങനെയുണ്ട്? യേശുവിന്റെ മേലിയാലെല്ലാം നന്നായി നടക്കുന്നു. അവനെന്നെ വിശ്വസിക്കുന്ന പരഭാഗ്യം വേറെ എന്താണുള്ളത്? ഇപ്പം വീട്ടിലിരിക്കാൻ സമയമില്ല. പിന്നെ എല്ലാം ദൈവനാമത്തിന് വേണ്ടിയാണല്ലോ. പിന്നെ സബ്സ്ക്രിപ്ഷൻ ലീവ് ചെയ്തേക്കണം കേട്ടോ. ഓ, ഈ തോണ്ടുന്ന കുത്തൊന്നും എനിക്ക് എടുക്കാൻ അറിയില്ല. ഹലോ, ആ ശരി, നിങ്ങൾ അവിടെ തന്നെ നിൽക്ക്. ഞാൻ പാർക്കിംഗ് വരെ അയക്കാം. എടി കൊച്ചേ, മിസ്സിസ് ലോത്ത് വന്നിട്ടുണ്ട്. പാർക്കിങ്ങിലേക്ക് 2 പേരെ അയക്കും. ഓ സുന്ദരിയായിരിക്കുന്നല്ലോ നമ്മുടെ മണവാട്ടി. ഓ എന്നാ പറയാനാ, കണ്ടില്ല എന്റെ അവസ്ഥ. എനിക്ക് ഇച്ചിരി ജ്യൂസ് കിട്ടുമോ? ബെസ്റ്റ് അമ്മയുടെ മോള് നവോമി, നീ നന്നായി സുന്ദരിയായിരിക്കുന്നു. അതെ, എൻ്റെ മക്കൾ എന്നെ നന്നായി നോക്കുന്നുണ്ട്. യേശുവിൻ്റെ അമ്മേ, രൂത്ത് ബോസ് എന്നെ നന്നായിയാണ് നോക്കുന്നത്. അച്ഛൻ വന്നില്ല. ഓർമ്മ എന്ത് പറയുന്നു മോളെ? അവൾ പേരൻസിനോട് സുഖമായിട്ടിരിക്കുന്നു. ഇന്നലെയും കൂടി ഞാൻ വീഡിയോ കോൾ ചെയ്തതേ ഉള്ളൂ. ആരാ ഇത്? എന്റെ പൊന്നു മോളെ, അതൊന്നും എന്നെ ഓർമ്മിക്കില്ലേ? ജ്യൂസും ഒക്കെ പണ്ടേ ഞാൻ നിർത്തിയ കാര്യങ്ങളാണ്. സാരമില്ല മോളെ, എല്ലാ മനുഷ്യർക്കും ഒരു തെറ്റ് പറ്റും. അങ്ങനെ കൊച്ചിന്റെ കല്യാണമായി. ഞാനും അനന്യാസച്ചാനും എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ചെക്കനുള്ള ജോലിയും കൂലിയൊക്കെ ഉണ്ടോ? വല്ല IELTS OJO ഒക്കെ എഴുതി വല്ല കാനഡയ്ക്കോ UK-ക്കോ പോകാം. കൊച്ചിനെ കൊണ്ടൊക്കെ പറയിപ്പിച്ചാൽ അതിനൊക്കെ ഇനി സമയമുണ്ടോന്ന് അറിയത്തില്ല. എല്ലാം ദൈവം പോലെ നടക്കട്ടെ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നിങ്ങളെന്താ കൊച്ചിനെ കൊടുത്ത്? അവരെന്തെങ്കിലും ചോദിച്ചായിരുന്നു? I mean ഗിഫ്റ്റ് മണി ചോദിച്ചില്ല. അവര് കൊച്ചിനെ മാത്രമേ
ചോദിച്ചല്ലോ, അത് നമ്മളങ്ങ് കൊടുക്കുക, അത്രേ ഉള്ളൂ. ആ നന്നായി ജീവിച്ചാ മതി. സഫീറ പറഞ്ഞതൊന്നും ചെവിക്കൊള്ളണ്ട. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ദൈവം എല്ലാം നിങ്ങൾക്ക് തരും. മോളെ, ദൈവം തരുന്നതിൽ വിശ്വസ്തയായിരിക്കാം. പ്രോഗ്രാം നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് രാജ്ഞിക്ക് മോർദെഖായി അങ്കിളുമായി ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. പെട്ടെന്നാവട്ടെ എല്ലാം. ഡിയർ സിസ്റ്റേഴ്സ്, നമ്മൾ ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നത് നാളെ വിവാഹിതയാകാൻ പോകുന്ന നമ്മുടെ പൈതലിന് വേണ്ടി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജ് പൈതലിന് നൽകുവാനുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ്. ഈ സമയം നമുക്ക് വിവേകപൂർവ്വം ഉപയോഗിക്കാം. എന്നാൽ ഞാൻ തന്നെ തുടങ്ങാം. എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് കുഞ്ഞിനോട് പറയാനുള്ളത്, എൻ്റെ പ്രാർത്ഥനയും ഘനവീര്യം കണ്ട ദൈവം എനിക്ക് ശൗനൽമാനെ തന്നു. ഇന്ന് അവൻ എൻ്റെ ആഗ്രഹപ്രകാരം ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. ആയതുപോലെ നിനക്കും എൻ്റെ കുടുംബജീവിതത്തിൽ ദൈവം തരുന്ന സാഹചര്യത്തിൽ ഒരു പ്രാർത്ഥന വീതിയായി തീരുവാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ. My humble advice for you is to follow God's advice, God's instruction, and He will give you a very good married life. എനിക്കും പറയാനുണ്ട്. മോളെ, നീ പോകുന്ന കുടുംബത്തിലും നീ ചെല്ലുന്ന നിന്റെ കുടുംബ ജീവിതത്തിലും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആ മാതാപിതാക്കളെ സ്നേഹിച്ച് അവർ സേവിക്കുന്ന ഏക സത്യ ദൈവത്തെ ബഹുമാനിച്ച് ജീവിക്കുക. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും എൻ്റെ സ്നേഹവന്ദനം. നാളെ വിവാഹിതയാകാൻ പോകുന്ന നവവധുവിന് എൻ്റെ എല്ലാവിധമായ പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരിയായിരുന്ന എന്നെ എൻ്റെ ദൈവം ജനത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതുപോലെ നിന്നെയും നിന്റെ കുടുംബജീവിതത്തിൽ, സഭയിൽ, ദേശത്തിൽ, സമൂഹത്തിൽ ഒരു അനുഗ്രഹ വിഷയമായി മാറ്റട്ടെ. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന് വേണ്ടി അന്ത്യത്തോളം വിശ്വസ്തയോടെ ജീവിക്കുക. ദൈവം നിന്നെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തിൽ പങ്കുചേർന്നതിനും പ്രത്യേകിച്ച് നിങ്ങൾ നൽകിയ ഉപദേശത്തിനും ഞാൻ നന്ദി പറയുന്നു. പ്രത്യേക നാളെ നടക്കുന്ന എൻ്റെ മകളുടെ വിശുദ്ധ വിവാഹത്തിൽ എല്ലാവരും പങ്കെടുക്കണം. മാറാനാഥ മാറാനാഥ. കാനാവിലെ കല്യാണ പെണ്ണ് തന്നെ കാന്തനെ കാത്തിരിക്കുന്ന പോലെ നാം ഓരോരുത്തരും നമ്മുടെ കാന്തനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനായി കാത്തിരിക്കുന്നു. കല്യാണ പെണ്ണ് അതീവ സുന്ദരിയായി ഒരുങ്ങിയിരിക്കുന്ന പോലെ നാമും ആത്മാവിന്റെ ഫലങ്ങളാൽ നമ്മളെ തന്നെ അലങ്കരിച്ച് ഒരുങ്ങിയിട്ടുണ്ടോ? വചനം പറയുന്നു, നാം വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവരായി അവന്റെ വരവിനായി ഒരുങ്ങിയിരുന്നാൽ നമ്മുടെ കാന്തന്റെ വാക്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും അവകാശികളായി തീരും. ഈ കല്യാണ വീട്ടിൽ വന്ന ഓരോ സ്ത്രീ കഥാപാത്രങ്ങളും നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. അവരുടെ ജീവിതം നമുക്കൊരു സന്ദേശമാണ്. ദൈവം പറഞ്ഞ് അനുസരിക്കാത്ത ലോമോളിൽ അകപ്പെട്ടുപോയ സഫീറെ പോലെയല്ല, ഹന്നയെ പോലെ പ്രാർത്ഥന വീരരായി, നബോമി രൂത്തിനെ പോലെ ഐക്യതയും സ്നേഹമുള്ളവരായി, എസ്തേറിനെ പോലെ ഏത് സാഹചര്യത്തിലും തന്റെ ദൈവത്തിന് വിശ്വാസം അർപ്പിക്കുന്നവരായി ജീവിച്ച് നമ്മുടെ കർത്താവിന്റെ വരവിനായി നമ്മളെ തന്നെ ഒരുക്കുക. നിങ്ങൾ നിലയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രം വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പേ. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു